നാടോടിക്കാറ്റ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉരുത്തിരിഞ്ഞ കഥയാണെങ്കിലും അത് നിങ്ങളുടെ അല്ല. ഞാനതിന് ആളല്ല. കാരണം ഇതിന് ഒരുപാട് ഗുസ്തി ഇതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ളതാണ്. ഇപ്പം വീണ്ടും ഇടയ്ക്ക് നല്ല പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് ശ്രീനിവാസൻ സത്യനന്ദയ്ക്ക് ഇടയ്ക്ക് തന്നെ അങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. തീവണ്ടിയുടെ പോക്ക് കണ്ട അറിയാമല്ലോ, ഏത് റെയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പല പ്രാവശ്യത്തിനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പലപ്പോഴും പറയുന്നതിന് പല സമയത്തും പറയുമ്പോൾ വരുന്നതിന് ചില പറയുന്നതിൻ്റെ അർത്ഥ വ്യത്യാസമൊക്കെ തോന്നലുകളിൽ ഇടയ്ക്ക് അതിനകത്ത് കയറിയൊരു കല്ലുകടിയൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇനിയും വീണ്ടും അത് തോണ്ടണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇടയ്ക്ക് ആ പടം ഇങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോൾ ലാലത് കാണാതെ ഓഫാക്കുന്നതിനോട് ഒരാൾ പറഞ്ഞു. എനിക്കിഷ്ടമാണ് സിനിമ. സത്യം ഇല്ല, എന്തൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഇത് കേസിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുത്തു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ കൂടി പറഞ്ഞു നിങ്ങളിത് കേസ് കൊടുക്കണം, അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഫാസ്റ്റ് സാർ പറഞ്ഞത് നിങ്ങൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് സിനിമയിലേക്ക് വരിക, അത് തന്നെ ഒരു കേസും പുലിവാലൊക്കെ ആയിട്ടൊന്നും വരണ്ട, അതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ ചിന്തകൾ ഇവിടെ വില പോകുന്നതാണ്, കച്ചവടമാകുന്നതാണ്. അത്രയും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ കേടുപാടൊന്നും ഇല്ലാതെ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് സൈലന്റ്. അതോടുകൂടി നിങ്ങൾ അടങ്ങിയോ? അടങ്ങി. പിന്നെ പറഞ്ഞ പോലെ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും തോണ്ടുമല്ലോ. അപ്പോൾ നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു. ലാല് പക്ഷേ ഫാസിൽ പറഞ്ഞിട്ടും ലാല് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നോട് ഒരാൾ പറഞ്ഞു. കുറച്ചു കാലം കൂടി ഇത് കേസ് കൊടുത്ത് നടക്കും, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ 4 പേർ ഇത് പറയട്ടെ, മധ്യസ്ഥം പിടിക്കട്ടെ. ഇല്ല, പ്രത്യേകിച്ച് ഫാസിൽ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. ഫാസിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കേസിന് പോകുമായിരുന്നു. ചിലപ്പോൾ പോയേനെ. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധങ്ങൾ കാണിച്ചാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സീറ്റിലിരിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ എന്താ തോന്നുന്നു, മനസ്സിലേക്ക് വരുന്ന വികാരം? ഭയങ്കര രസമല്ലേ, എനിക്കിഷ്ടമാണ്. പിന്നെ നയന്ത്രഞ്ജൻ എനിക്ക് ആ കാര്യത്തിൽ നുണ പറയേണ്ട കാര്യം. അത് ലാലും സിദ്ദിഖും കൂടി എടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? ചിലപ്പോൾ ഇത്ര നന്നാവില്ലായിരുന്നു. മഹാൻ രൂപക്കൂട്ടിലേക്ക് നമ്മൾ കയറ്റാൻ സമയമായിരിക്കും. നല്ല രസം. നമ്മളന്ന് ഒന്നും ഡയറക്റ്റ് ചെയ്യാനെല്ലാം എടുക്കുന്നതായിട്ടില്ല. ഫാസാറിൻ്റെ കൂടെ എന്താ പറയുക, വർഷം 16 എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കഥ കേൾക്കാൻ വേണ്ടി വരുന്നതും. ഞങ്ങൾ ഫാസാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ശ്രീനിവാസിൻ്റെ അടുത്ത് സത്യനന്ദിക്കാനത്ത് ഫുള്ളായിട്ട് കഥ പറയുന്നത്, അവർ നോട്ട്സ് എടുത്ത് പോകുന്നതൊക്കെ. അന്നൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. അന്ന് ഞങ്ങളുടെ അടുത്ത് ഫാസാർ സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അടുത്ത പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ റാംജി റാവു ചെയ്തത്. കാരണം നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല.